ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഓവനൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അതുപോലെ ഐസിങ് ചെയ്തെടുക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലാദ്യം കുറച്ച് എണ്ണയോ ബട്ടറോ അതുപോലെ ഒന്ന് തടവിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഈ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാത്രത്തിൽ ആദ്യം നന്നായിട്ട് എണ്ണ പുരട്ടിയതിന് ശേഷം കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് ഡസ്റ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് മീഡിയം വലുപ്പത്തിലുള്ള 2 ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. 2 ഓറഞ്ച് മുഴുവനായിട്ട് വേണ്ടി വരില്ല, ഏകദേശം ഒരു 1.5 ഓറഞ്ചൊക്കെ മതിയാവും. ഓറഞ്ച് എടുക്കുമ്പോൾ ഇതുപോലെ നല്ല കളറൊക്കെ ഉള്ള ഓറഞ്ച് എടുക്കുക. ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലിയും വേണം, അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസും വേണം. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയും ഒരു 7 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസുമാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടത്. ഓറഞ്ചിൻ്റെ തൊലി എടുക്കാൻ വേണമെങ്കിൽ നമുക്കിതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. കട്ട് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള വെളുത്ത ഭാഗം പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് പെട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു കയ്പ്പരസം ഉണ്ടാവും നമ്മളിത് കേക്കിൽ ചേർത്ത് കൊടുത്താൽ. അതുപോലെ തന്നെ ജ്യൂസ്, അത് 7 ടേബിൾ സ്പൂൺ ജ്യൂസാണ് വേണ്ടത്. വെള്ളമൊന്നും ചേർക്കാതെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ്. അത് നമുക്ക് കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ജ്യൂസറിലോ മിക്സിയിലോ അടിച്ചെടുത്താൽ മതി. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഓറഞ്ചിൽ കുരു ഉണ്ടെങ്കിൽ ആ കുരുവൊന്നും അടിഞ്ഞു പോകാത്ത രീതിയിൽ അടിച്ചെടുക്കാനായിട്ട് നോക്കുക. കുരു കടിഞ്ഞു പോയി കഴിഞ്ഞാലും കയ്പ്പരസം ഉണ്ടാവും. അപ്പോൾ കുരു പെടാത്ത രീതിയിൽ ഈസി ആയിട്ട് ഓറഞ്ച് ജ്യൂസ് എടുക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവരത് കണ്ടു നോക്കിയാൽ മതി. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ചേർത്ത് കൊടുക്കാം, കേക്കിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളിൽ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം, കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും പിന്നെ മുട്ടയുടെ സ്മെല്ല് അറിയാതിരിക്കാനും വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വാനില എസൻസ് നമ്മളെപ്പോഴും മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് നല്ലത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേക്കിൽ നമുക്ക് മുട്ടയുടെ സ്മെല്ല് അങ്ങനെ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് തോന്നില്ല. പിന്നെ അത് ബീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബീറ്ററിന് പകരമായിട്ട് വിസ്ക് വെച്ചിട്ട് ചെയ്യാം. വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്ന ഒരു സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് മുൻപ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരത് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഈസി ആയിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്താലും മതി. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ കേക്കിൻ്റെ ടെക്സ്ചറിന് ചെറുതായിട്ടൊരു വ്യത്യാസം ഉണ്ടാവാം, പക്ഷേ ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി ഈ മുട്ട ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വന്നാൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ ഈ മഞ്ഞ കളറൊക്കെ മാറി നല്ലൊരു വെള്ള കളറായിട്ട് വരും, അതുവരെ ചെയ്തെടുക്കുക. മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വരണം. നമ്മളെടുത്തിട്ടുള്ള ആ മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു ക്വാണ്ടിറ്റിയിലൊക്കെ കിട്ടണം. ഇതുപോലെ നല്ലൊരു ക്രീം പരുവത്തിലായി കിട്ടണം. ഈ ഒരു രീതിയിൽ ബീറ്റ് ചെയ്തെടുത്താലാണ് കേക്ക് നമുക്ക് നല്ലൊരു ടെക്സ്ചറിൽ കിട്ടുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. മണലില്ലാത്ത ഏത് ഓയിലും നമുക്ക് കേക്കിനായിട്ട് എടുക്കാം. ഓയിലിന് പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ബട്ടർ ചേർക്കുകയാണെങ്കിൽ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രം ചേർക്കാം. ഇനി ഇത് ലോ സ്പീഡിലിട്ടിട്ട് ആ മുട്ടയും ഓയിലും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് എസൻസ് കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ ഇതിൽ ഓറഞ്ച് എസൻസ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിയും ഓറഞ്ച് ജ്യൂസും ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഓറഞ്ചിന് നല്ലൊരു ഫ്ലേവർ ഈ കേക്കിന് ഉണ്ടാവും. അപ്പോൾ ഓറഞ്ച് എസൻസ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതും പതുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം, ഇതൊരു ഓറഞ്ച് കേക്കാണല്ലോ, അപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളർ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, കളറൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫോൾഡ് ചെയ്തെടുക്കാൻ നമ്മൾ സ്പാറ്റിൽ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ കട്ടകളില്ലാതെ ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതും ഇതുപോലെ തന്നെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന മൈദയും ഓറഞ്ച് ജ്യൂസും ഇതുപോലെ തന്നെ ഇടവിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുഴുവനായിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എപ്പോഴും നമ്മൾ കേക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓവനോ പാത്രമോ അല്ലെങ്കിൽ പ്രഷർ കുക്കറോ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടാവണം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, ഒരു പാത്രത്തിലാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് സമയമാണ് പാത്രം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു സ്പാറ്റില വെച്ചിട്ട് ബൗളിൻ്റെ ആ സൈഡിലുള്ള മാവും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ബാറ്റർ നമുക്ക് നേരത്തെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്ക്വയർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് ടാപ്പ് ചെയ്യണം. ആ എയർ ബബിൾസ് ഒന്നും പോയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ് കേക്കിൻ്റെ ഉൾഭാഗത്തൊക്കെ വലിയ ഹോൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഈ റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ട് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാൻ. മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും പറയുകയാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 45 മുതൽ 50 മിനിറ്റ് സമയമാണ് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തത്. പിന്നെ ഈ ബേക്കിംഗ് ടൈമിന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവാം, നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിമിനനുസരിച്ചും അതുപോലെ നമ്മൾ എടുക്കുന്ന ഈ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 30 മുതൽ 40 മിനിറ്റിൻ്റെ ഉള്ളിൽ ബേക്കായി വരും. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നടുഭാഗത്ത് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് ബേക്കായി എന്നർത്ഥം. ഇനി ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ സൈഡിലൊക്കെ അതുപോലെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാം. ഇനി ആ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ് ഇത്. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെയൊക്കെ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ എടുക്കുകയാണ് കൂടുതൽ നല്ലത്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അറിയാൻ പറ്റുക. പിന്നെ ഐസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതുപോലെ 2-3 ലെയറുകളൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്